നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇതൊരു വിമർശനമായി മാത്രം നിഷ്കളങ്കമായി പറയാൻ സാധിക്കില്ല. ഇതൊരു ഒന്നാം തരം അപമാനിക്കലാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മോദി ഭരണഘടന വായിച്ചിട്ടില്ല. ഇക്കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി ആക്ഷേപഹാസ്യ രൂപേണ വിമർശിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികം അരങ്ങേറിയത്. ഈ വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ഡൽഹിയിലെ തൽക്കത്തോറോ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സംവിധാൻ രക്ഷക് അഭിയാൻ, അതായത് ഭരണഘടന സംരക്ഷിക്കുക എന്ന പരിപാടിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനം. ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി ഇതേ കാര്യം മോദിയെക്കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ ദിനത്തിൽ നരേന്ദ്രമോദിയും BJP സർക്കാരും പാർലമെന്റിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന വേളയിലാണ് കാണികളോടായി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും വായിച്ചിട്ടില്ല. വായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയല്ല അദ്ദേഹം പ്രവർത്തിക്കുക എന്ന് രാഹുൽ ഗാന്ധി വെട്ടിത്തുറന്നു പറഞ്ഞത്. അംബേദ്കർ എഴുതിയ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ തീപ്പൊരി പ്രസംഗം. കുറെ വർഷമായി ഈ രാജ്യത്ത് ദളിതരെക്കുറിച്ചോ ആദിവാസികളെക്കുറിച്ചോ പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ചോ ദരിദ്രരെക്കുറിച്ചോ സംസാരിക്കുന്നവരുടെ മൈക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നായിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. രാഹുൽ ഗാന്ധിയെ പൗരത്വത്തിന്റെ പേര് പറഞ്ഞും പപ്പു എന്ന് പറഞ്ഞുമെല്ലാം ആക്ഷേപിക്കുന്ന BJP സർക്കാരിനെ അവസരം കിട്ടുമ്പോഴെല്ലാം ചുട്ട മറുപടി നൽകുന്ന ശീലം രാഹുൽ ഗാന്ധിക്കുണ്ട്. ആ ശീലം ഇക്കുറിയും അദ്ദേഹം തെറ്റിച്ചില്ല. കൃത്യമായ സമയത്ത് തന്നെ കൊടുക്കേണ്ടത് കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയുടെ ഭരണഘടന പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ഭരണഘടന പോലും വായിക്കാത്ത ഒരാളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അത്രത്തോളം വലിയ അപമാനം തന്നെയാണ്. നരേന്ദ്രമോദി ഈ വിമർശനത്തിന് പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഭരണഘടന ഒരു വഴിവെളിച്ചമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഭരണഘടനയുടെ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കവേ പറഞ്ഞിരുന്നു. മറ്റാരുടെയും അധികാര പരിധിയിലേക്ക് കടന്നു കയറാതെ ഭരണഘടന കൽപ്പിച്ചു നൽകിയ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചുമതലകൾ നിർവഹിച്ചിട്ടുള്ളത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഭരണഘടനയെ ഞങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന് കടുത്ത വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമ്പോഴും ഭരണഘടനയാണ് എനിക്കും സർക്കാരിനും വഴിവെളിച്ചമാകുന്നത് എന്ന മറുപടിയാണ് നരേന്ദ്രമോദി നൽകുന്നത്. എന്തായാലും ഇരു കൂട്ടരും ഭരണഘടനയെ മുൻനിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഈ വാദപ്രതിവാദങ്ങൾ മാധ്യമങ്ങൾക്ക് നല്ല വാർത്തയാണ്, ഞങ്ങൾക്കും.